ഹലോ, എല്ലാവർക്കും സുഖന്നല്ലേ? ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് വളർച്ചയായിട്ടില്ലാണ്ട് നേരെ കഥയിലേക്ക് അങ്ങ് പോയാലോ. സുബഹി ബാങ്കിൻ്റെ നേരം. ഹന്ന കണ്ണുകൾ തുറന്നു. തലയ്ക്കാക്കിയൊരു മന്ദത, ഇടത് കവിളിന് വല്ലാത്തൊരു ഭാരം. ഇരുട്ടിൽ താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നും താൻ ഉറങ്ങാറുള്ള കിടക്കയിലല്ല എന്നത് അവളുടെ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് തലേന്നത്തെ ഓരോ സംഭവങ്ങളും ഓർമ്മയിലേക്ക് വന്നത്. തലയ്ക്കടിയേറ്റതുപോലെ ശ്വാസം അടക്കി പിടിച്ച് കിടന്നുപോയി. തലേ ദിവസം ഓർക്കാൻ അവൾ വല്ലാണ്ട് ഭയപ്പെട്ടു. തൻ്റെ ജീവിതം മാറി മറിഞ്ഞെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. ആ നേരം കൊണ്ട് മുറിയിലെ ഇരുട്ടുമായി കണ്ണുകൾ സമരസപ്പെട്ടു. കൺപീലികൾ നിറഞ്ഞ് നീളൻ മിഴികൾ കൊണ്ട് അവൾ ചുറ്റും നോക്കി. അയാളെവിടെ? ഈ കിടക്കയിൽ അയാളില്ലേ? അതൊരു ചെറിയ മുറിയായിരുന്നു. 2 പേർക്ക് കിടക്കാവുന്ന കട്ടിലും ഒരു മേശയും ഒരു സ്റ്റീൽ അലമാരയും ഉണ്ട്. മേശയ്ക്ക് പുറത്തിരിക്കുന്ന ജഗ്ഗും സ്റ്റീലിൻ്റെ ഗ്ലാസും കണ്ടപ്പോൾ അവൾക്ക് ദാഹം കലശലായി. കിടക്കയിൽ നിന്നും പതിയെ എഴുന്നേറ്റപ്പോൾ നോട്ടം ദേഹത്തേക്ക് എത്തി. ചുരിദാറിൻ്റെ കഴുത്തൊക്കെ ഇറങ്ങി അതൊക്കെ കാണാം. ഞെട്ടിപ്പിടഞ്ഞ് ചുരിദാർ വലിച്ചിട്ട് മെത്തയിൽ ഊർന്നു കിടന്ന ഷോളെടുത്ത് ഒക്കെ മറച്ചു പിടിച്ചു. കുറച്ച് നിമിഷത്തേക്ക് മറന്നുപോയ അയാളെ വീണ്ടും ഹന്നയ്ക്ക് ഓർമ്മ വന്നു. അയാൾ ഈ മുറിയിലാണോ കിടന്നത്? എപ്പോഴായിരിക്കും എഴുന്നേറ്റ് പോയിട്ടുണ്ടാവുക? വല്ലതും കണ്ടു കാണുമോ? അതൊക്കെ കാണിച്ച് ആയിരിക്കില്ലേ താൻ കിടന്നുണ്ടാവുക? വീട്ടിൽ ആൻസിയുടെ കൂടെ കിടക്കുമ്പോൾ താൻ ഉണരുന്ന സമയത്ത് കാണാറുള്ളത് ചെരിഞ്ഞു കിടക്കുമ്പോൾ അവളുടെ അതും ആ ഭാഗമൊക്കെ. അതുപോലെ അയാളും കണ്ടു കാണില്ലേ? തല പെരുത്തു ഹന്നയ്ക്ക്. തൻ്റെ വിധി ഇതാ. പക്ഷേ പൊരുത്തപ്പെടാനാവുന്നില്ല. ആഗ്രഹിച്ച് മോഹിച്ച് വിവാഹം കഴിക്കുന്നൊരു പുരുഷൻ കാണുന്നത് പോലാണോ മറ്റൊരുവൻ? എഴുന്നേറ്റ് ഗ്ലാസ്സിൽ വെള്ളം പകർന്നെടുത്ത് ദാഹം അകറ്റി. സമയം എന്തായി കാണും? ജനാലയുടെ ഒരു പാല് തുറന്ന് ആകാശത്തേക്ക് നോക്കി. കിഴക്ക് വെള്ളി കീറുന്നു. നമസ്കാര സമയം കഴിഞ്ഞു കാണും. ഇന്നലത്തെ സുബഹിയ അവസാനമായിട്ട് നമസ്കരിച്ചത്. ഇതുവരെ മുടക്കിയിട്ടില്ല. എന്നിട്ടും പടച്ചൻ കൈവിട്ട് കളഞ്ഞില്ലേ എന്നെ? അവൾക്ക് താൻ ആരാധിക്കുന്ന ദൈവത്തോട് ജീവിതത്തിൽ ആദ്യമായിട്ട് ദേഷ്യം തോന്നി. ജനലടച്ച് തിരിച്ചു വന്ന് ചാരി വെച്ച് വാതിൽ തുറന്നു നോക്കി. ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ നേരിയ വെളിച്ചം വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടില്ല. ഒറ്റ നോട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിലും മറ്റൊരു വാതിലും കണ്ടുപിടിച്ചു. എന്നിട്ട് ദിവാങ്കോട്ടിൽ കിടന്നുറങ്ങുന്ന ആളെ കണ്ടത്. ഹന്ന അടിമുടി വിറച്ചുപോയി. അള്ളാ, ഇയാളിവിടെ ഉണ്ടായിരുന്നോ? അയാളെ ഓർക്കുമ്പോൾ തന്നെ ഹന്നയ്ക്ക് കൈയും കാലും വിറയ്ക്കും. അതുപോലായിരുന്നു ഇന്നലത്തെ പെർഫോമൻസ്. കൈലാസ് എന്ന ആളുടെ പേര്. ജോലി അങ്ങനെ ഇന്നതൊന്നൊന്നുമില്ല. ടൈൽസ്, പമ്പിങ്, മേസ്തിരിപ്പണി, കൃഷിപ്പണി, ഡ്രൈവിങ്, അങ്ങനെ എന്തും ചെയ്യും. ഹന്ന അയാളെ ഇതിനു മുന്നേ എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴൊക്കെ ഒരു കവറുമായി അയാൾ നടന്നു പോകുന്നത് കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ബുള്ളറ്റിലും. അവളുടെ കൂട്ടുകാരി രഹന കൈലാസ് ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ കൊക്കി തുടങ്ങും. അയാൾ കാണെ വായി നോക്കാനുള്ള ധൈര്യമൊന്നും റഹനയ്ക്കില്ല. എന്തൊരു ഗ്ലാമറാടി, എന്തൊരിതാ, ഒരുക്കാണെന്ന് തോന്നുന്നു. കയ്യിൽ മസിലൊക്കെ നോക്കിക്കേ, ഞരമ്പൊക്കെ പിടച്ച് നിൽക്കുന്നു. ഷേവൊക്കെ ചെയ്തിട്ട് 3-4 ദിവസമായെന്ന് തോന്നുന്നു. താടി മുളച്ച് വരുന്നേ ഉള്ളൂ. നല്ല ചുണ്ട്. ഇങ്ങനെ വായ്നോട്ടം ഹന്നയുടെ കാതിൽ പിറുപിറുക്കലായി തീരും. യോഗല്ലമ്മണിയെ, ആ പായ അങ്ങോട്ട് മടക്കിക്കോളി. ഹന്ന തിരിച്ച് അവളെ കളിയാക്കും. പണ്ട് ഹന്ന റഹനയ്ക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്നതായിരുന്നു. ആ സമയത്ത് അവളുടെ മുറച്ചിറക്കൻ നദീമുമായി ഹന്നയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചത്. അതോടെ വായ്നോട്ടത്തിൽ നിന്ന് അവൾ അങ്ങ് പിന്മാറി. നദീമിനെ ഓർത്തപ്പോൾ ആകെ മരവിപ്പാണ് തോന്നിയത്. ഉറപ്പിച്ച് വെച്ചിട്ട് 2 മാസമായി. സ്വന്തമായി ഫോണില്ലാത്തത് കൊണ്ട് വിളിയും പറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കിടയിൽ. വല്ലപ്പോഴും നദീമിനെ കാണും. നല്ലൊരു പുഞ്ചിരി പരസ്പരം കൈമാറും. അതോർത്ത് ആ മുഖം താലോലിച്ച് ഹന്ന ആ ദിവസത്തിനായി കാത്തിരുന്നു. മറ്റന്നാൾ നിക്കാഹ് നടക്കേണ്ടിയിരുന്നതായിരുന്നു. കയ്യിലെ മൈലാഞ്ചിയുടെ ചുവപ്പിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. എല്ലാം വെറുതെയായി. ഓർമ്മകളിൽ കുരുങ്ങി നിന്ന ഹന്നയെ കണ്ടുകൊണ്ട കൈലാസ് ഉറക്കമുണർന്നത്. അമ്മേ, യക്ഷി, അതാ ആളുടെ ഉള്ളിൽ ആദ്യം വന്നത്. ഒരാന്തൽ വന്ന നേരത്ത് തന്നെ തലേ ദിവസം ഓർമ്മ വന്നു. അന്ന് ശ്വാസം വലിച്ചു വിട്ടിട്ട് അവളെ ഒന്ന് നോക്കി. ഈ മുടിയും നീട്ടി മനുഷ്യനെ പേടിപ്പിക്കുകയോ ചേ?
നല്ല നീളുണ്ടായിരുന്നു അവൾക്ക് മുടി. അതിലിങ്ങനെ തഴുകി കട്ടിൽ ചാരി ആലോചിച്ച ഹന ഞെട്ടിപ്പോയി. ഏ അവൻ പറഞ്ഞത് വ്യക്തമായി കേൾക്കാത്തതിനാൽ ചോദ്യഭാവത്തിൽ നിന്ന് നോക്കി. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. സോറി. ഹന്ന മുഖം കുനിച്ചു. ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? അന്നയെന്നോ? അന്നയല്ല, ഹന്ന. ആ, എല്ലാം ഒന്ന് തന്നെ. പല്ല് തേച്ചോ? ഇല്ല. പുതിയ ബ്രഷൊന്നുമില്ലല്ലോ. തൽക്കാലത്തേക്ക് ഉമിക്കരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പറച്ചിലും എഴുന്നേറ്റ് ലുങ്കിയൊക്കെ എടുത്ത് സെറ്റായി മുന്നോട്ട് നടക്കലും ഒരുമിച്ചായിരുന്നു. ഹന്ന മുഖം കുരിച്ച് കളഞ്ഞു. അടുക്കള വാതിലിൻ്റെ മുന്നിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നിടത്ത് തന്നെ നിൽക്കുകയാ കക്ഷി. വരുന്നില്ലേ? ആ, വരുക. ആൾ മെല്ലെ അവന് പിന്നാലെ നടന്നു. തൻ്റെ പിന്നാലെ വരുന്ന താളത്തിൽ ഒച്ച കേട്ടപ്പോൾ കൈലാസ് തെല്ല് കൗതുകത്തോടെ തിരിഞ്ഞവളുടെ കാലിലേക്ക് നോക്കി. പിറകെ വന്ന ഹന്ന പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. വെള്ളിക്കൊലുസ് ഉണ്ടല്ലേ? എൻ്റെ അനിയത്തിക്ക് ഉണ്ടായിരുന്നു. അവൻ മറയൊന്നും കൂടാതെ പറഞ്ഞു. ഏതോ ഓർമ്മയിൽ അവൻ്റെ ഹൃദയമൊന്നും നൊന്തു. അനിയത്തി ഇപ്പം എവിടെയാ? അവൻ്റെ വാക്കുകൾ കൂടെയെങ്കിലും കിട്ടിയ ആ ഒരു സ്ത്രീ സാന്നിധ്യത്തിൻ്റെ ആശ്വാസത്തിൽ ചോദിച്ചു. മരിച്ചുപോയി. തണുത്തൊരു സ്വരം. അവൻ്റെ വേദന അവളിലേക്കും പങ്കുവെക്കപ്പെട്ടു. അടുക്കളയിലെത്തിയപ്പോൾ അവൾ ചുറ്റും നോക്കി. ഫ്രിഡ്ജും ഗ്യാസ് അടുപ്പും മിക്സിയും ഒക്കെയുണ്ട്. അപ്പോഴേക്കും അവൻ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് ചായ്പിലേക്ക് ഇറങ്ങി. ഷീറ്റടിച്ച് ഒരു എക്സ്റ്റൻഷനാണ്. അവിടെ ഒരു വാഷ് ബേസും വച്ചിട്ടുണ്ട്. അതാ ബാത്റൂം. പുറത്തേക്ക് അവൻ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ പല്ല് തേച്ചോ? ഉമ്മക്കിരി. വാഷ് ബേസിൻ്റെ മുകളിലെ തട്ടിൽ നിന്നൊരു കുപ്പി എടുത്ത് കൊടുത്തിട്ട് അവൻ തിരിഞ്ഞു നടന്നു. ഹന്ന പേടിയോടെ ചുറ്റും നോക്കി. വെട്ടം വീണിട്ടുണ്ട്. എങ്കിലും പരിചയമില്ലാത്ത സ്ഥലമാണ്. പിറകിൽ ചുറ്റും മതിലുണ്ടോയെന്ന് അറിയാൻ വയ്യ. സൂക്ഷിച്ചു നോക്കുമ്പോൾ മരങ്ങളും ചെടികളും മാത്രം കാണാൻ കഴിയുന്നത്. അവനോട് കുറച്ചിടം നിൽക്കാവോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അയാൾക്ക് തന്നോട് ഇഷ്ടമല്ല. അയാൾ കെട്ടിയ താലിയില്ല. പിന്നെന്താ സ്വാതന്ത്ര്യം? അകത്തേക്ക് നടന്നു കയറിയ കൈലാസ് 1-2 നിമിഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അപ്പോഴേക്കും അവൾ ഉമുക്കിനെടുത്ത് പല്ല് തേച്ച് തുടങ്ങിയിരുന്നു. താനിവിടെ ആദ്യമായിട്ടല്ലേ? ഞാൻ ഓർത്തില്ല. അതും പറഞ്ഞ് കട്ടിലിൽ ചാരി നിന്ന് പുറന്നോട്ട് നോക്കി അവൻ നിന്നു. ഈ നേരം ഹന്ന അവനെ തന്നെ വീക്ഷിക്കുകയായിരുന്നു. ഇന്നലെ കണ്ട രൗദ്രഭാവമൊന്നും അല്ലെന്ന്. ഈ പെരുമാറ്റം ആശ്വാസം തോന്നിപ്പിക്കുന്നതാ. ലക്ഷണം കണ്ടിട്ട് ഹോളിലായിരിക്കണം ഇന്നലെ കിടന്നത്. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണത്. അത്രയും വിശാല മനസ്കത ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കാണിക്കുമോ? ഇയാളുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കുട്ടീനെ. ഇന്നിപ്പോൾ ദാ ഈ വെളുപ്പിനെ തനിക്ക് കൂട്ടു നിൽക്കുന്നു. അവനോടൊരു സൗഹൃദഭാവം ഉള്ളിലുടലെടുത്തു. അല്ല, ഇയാൾ ഈ നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാ? കുറച്ച് നേരമായിട്ട് ഈ പെണ്ണ് തന്നെയല്ലേ നോക്കുന്നതെന്ന് തോന്നിയപ്പോൾ അവൻ തലതിരിച്ച് ചോദിച്ചു. ഷീല, ഇനി കിടന്ന ഉറക്കം വരില്ല. ഓ, ഞാനിപ്പോഴൊന്നും എണ്ണീക്കില്ല. ഒരു 8 മണി. കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കും. അതന്നെ ഉച്ചയ്ക്കും കഴിക്കാൻ പൊരിഞ്ഞെടുക്കും. 9 മണിയാകുമ്പോൾ ജോലിക്ക് പോകും. അപ്പോൾ ഇന്നെണ്ണീറ്റതോ? അതാ കുന്തത്തി കിടന്നിട്ട് ഉറക്കം ശരിയായിട്ടൊന്നുമില്ല. കഴുത്തും പിടിച്ചു. പറയുന്നതിനൊപ്പം അവൻ കഴുത്ത് തടവുന്നുണ്ട്. സോറി. അത് സാരമല്ല. ഹന്നയുടെ മുഖത്തെ വല്ലായ്മ കണ്ടതും അവൻ കണ്ണടച്ച് കാണിച്ചു. ചായ താൻ ഇട്ട് കുടിക്കുമല്ലോ. ഫ്രിഡ്ജിൽ പാലുണ്ട്. ഒരു കോട്ടുമായിട്ടുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ ഹന്ന തല കുലുക്കി. എന്നാ ഞാൻ ഒന്നുകൂടി ഉറങ്ങാൻ പോണു. ഞാൻ മുറി കിടക്കുക. താൻ ഇനി ഉറങ്ങില്ലല്ലോ. അക്കത്തേക്ക് കയറാൻ ആൾക്ക് വഴിമാറിക്കൊടുത്ത് കതക് അടച്ചു പൂട്ടി. ഹന്ന പാലെടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുന്നതും ചായപാത്രം എടുക്കുന്നതും നോക്കി നിന്നു. ചെറിയൊരു പരിഭ്രമം അവൾക്കുണ്ട്. ചിലപ്പോൾ താൻ നിൽക്കുന്നത് കൊണ്ടാവാം. എന്നാൽ പിന്നെ പോയാക്കാന്ന് കരുതി തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് അവൾ തേയിലേക്ക് തപ്പുന്നത് കണ്ടത്. മേളിൽ ചുവന്നടപ്പുള്ള കുപ്പിയിൽ. പറഞ്ഞു കൊടുത്തിട്ടും പരതുന്നത് കണ്ടപ്പോൾ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഹന്നയുടെ പിറകിൽ നിന്നും മുകളിലെ തട്ടിലിരിക്കുന്ന ടിന്ന് കയ്യിലെടുത്ത് സ്ലാബിൽ വെച്ചു. ഒരു നിമിഷം ചെറുതായിട്ടൊന്ന് തട്ടി. നിന്ന നിപ്പിൽ ഫ്രീസായിപ്പോയി ഹന്ന. അവളുടെ ശരീരം ഒന്ന് വിറച്ചു പോയി. കൈലാസവും പതറിപ്പോയി എന്ന് വേണം പറയാൻ. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. പഞ്ചസാര വെള്ളം അടുപ്പുള്ള കുപ്പിയിൽ. പറഞ്ഞിട്ടൊന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ പെട്ടെന്ന് തിരിച്ചു നടന്നു. മുറി കയറി കടച്ച് വെച്ച് കട്ടിലിൽ പോയി കമിഴ്ന്ന് വീണവൻ നെഞ്ചെന്ന് തിരുമ്മി. ക്ഷണം നേരം മാത്രം ചേർന്ന് നിന്നുള്ളൂ. എങ്കിലും അവൻ അവളുടെ ആ ഒരു മാർദ്ദവം അറിഞ്ഞു. തലയിണയിൽ അവളുടെ ഗന്ധം കൂടിയായപ്പോൾ കൈലാസിൻ്റെ ഉറക്കം പോയി കിട്ടി. തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ച ചിന്തകൾ. ആദ്യമായി ഹന്നയ്ക്ക് വേണ്ടി അവൻ്റെ ഇതങ്ങ് സെറ്റായി.
കോപ്പ്. പാതി മനസ്സ് അവളെ ഓർത്ത് പരിപാടി നടത്താനും പാതി സദാചാരവും പറഞ്ഞപ്പോൾ അവൻ മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് ഇറങ്ങി പത്രം എടുത്ത് വരാന്തയിൽ പോയിരുന്നു. 2 വെട്ടും കുത്തും ഒരഴിമതിയും വായിച്ചപ്പോൾ ആ മൂടങ്ങ് പോയി കിട്ടി. പത്രത്തിനൊപ്പം ഒരു ചായ കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ അവൻ അകത്തേക്ക് നോക്കി. പിന്നെ ഭാര്യമൊന്നുമില്ലല്ലോ ഹരികാരത്ത് ചായ ചോദിക്കണമെന്ന് തോന്നിയപ്പോൾ തിരിച്ചകത്തേക്ക് കയറി. എനിക്കിടൊരു ചായ തരുമോ? സ്ലാബിൽ ചാരി ചൂട് ചായ ഊരിക്കുടിച്ച് നിന്നവൻ ഒന്ന് ഞെട്ടി. ഇപ്പം തരാം. അവൾ വെപ്രാളത്തോടെ തിരിയുന്നത് കണ്ടു. പതുക്കെ മതി, കടുപ്പ് നല്ലോണം കൂട്ടിയിടണേ. അവളുടെ കയ്യിലെ ആ വെളുത്ത ചായ കണ്ട് ഓർമ്മയിൽ പറഞ്ഞു. ഇതിനൊക്കെ ആര് ചായയെന്ന് പറയും? പാൽ വെള്ളം. അവൻ പിറുപിറുത്തു. കൈലാസ് പല്ല് തേച്ച് വരുന്ന നേരം കൊണ്ട് ആൾ വീണ്ടും ചായ ഇട്ടു. സ്ട്രോങ് ചായ ഇടാൻ ആൾക്ക് നല്ല വശമുണ്ട്. കഴിക്കാൻ എന്താ വേണ്ടേ? ചെല്ല് ഗ്ലാസ്സിൽ പകർത്തി അവന് നീട്ടുമ്പോൾ പറഞ്ഞ സ്വരത്തിൽ തിരക്കി. പുട്ടുപൊടിയും ഇടിയപ്പത്തിൻ്റെ പൊടിയും ആ ബക്കറ്റിലുണ്ട്. അവനൊരു നീല ബക്കറ്റ് ചൂണ്ടിക്കാണിച്ച് കൊടുത്തു. അവൾ അതിൽ നിന്ന് വേണ്ടത് തിരക്കിയെടുക്കുമ്പോൾ അറിയാതെ കണ്ണ് എവിടേക്കോ പാഞ്ഞു. നല്ല രസമുണ്ട് കേട്ടോ പുറമൊക്കെ കാണാൻ. അപ്പം തന്നെ അവങ്ങ് കണ്ണ് വെട്ടിച്ചു മാറ്റി. സ്വയം ശാസിച്ചു. അടുക്കള ഭരണം ഇയാൾ ഏറ്റെടുത്തോ? മനസ്സിൻ്റെ പിരിമുറുക്കം മാറ്റാൻ വെറുതെന്ന് ചോദിച്ചു. എന്നാൽ തിരിഞ്ഞു നോക്കിയ നോട്ടം കണ്ട് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ? സോറി. പണ്ട് മുതലേ വീട്ടിലും ഞാനാ എല്ലാ ജോലിയും ചെയ്തു കൊണ്ടിരുന്നത്. ആ വലിയ നീളം കണ്ണുകളിൽ എന്തൊരു സങ്കടം. ചേട്ടൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യണ്ടേ? അതുമാത്രം പോരാ, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് കൂടി ചെയ്യണം, എന്നാലേ മുതലാവൂ. ദേഷ്യം ഏത് വഴിക്ക് വന്നെന്നറിയില്ല കൈലാസിന്. അങ്ങനെയാണോ താനിതുവരെ അവളോട് പെരുമാറിയത്? ആ പകച്ച നോട്ടവും അതിന് പിന്നാലെ മുഖം കുനിച്ച് കരയുന്നതും കൂടി കണ്ടപ്പോൾ കണ്ണടച്ച് നെറ്റി തിരുമ്മി നിന്നവൻ, സോറി, എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ. ഇയാൾ ഇന്നലെ വൈകിട്ട് വന്നതാ ഇവിടെ. ഈ നേരം വരെ ഞാൻ അന്നയോട് മോശമായിട്ട് പെരുമാറിയോ? ഇല്ലെന്ന് തലയാട്ടിയെങ്കിലും മുഖം ഉയർത്തിയില്ല. അന്ന കരഞ്ഞു കലങ്ങി കണ്ണുകൾ ഉയർത്തി വിളി കേട്ടവൻ. ഇനി എന്ത് എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഒരാൾക്ക് കൂടി തിന്നാൻ കൊടുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും. ഇനി അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നാണെങ്കിൽ ഞാൻ 2-3 വാഴക്കന്ന് പിന്നാമ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല കുഴിയെടുത്ത് അതൊക്കെ അങ്ങ് നട്ടു വെക്ക്. അത് കഴിഞ്ഞ് അടുത്ത ജോലി തരാം. അന്തം വിട്ട നോട്ടം കണ്ട് ഉള്ളിൽ അവനൊന്ന് ചിരിച്ചു. കളിയാക്കിയതാണോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് കൺഫ്യൂഷൻ നിൽക്കുന്നവളെ ഗൗനിക്കാതെ 2-3 സവാള എടുത്ത് അരിയാൻ തുടങ്ങി. ആ സ്പീഡ് അവൾക്ക് അത്ഭുതമായിരുന്നു. അരിപ്പത്തിരി ഉണ്ടാക്കാം. പൊടിയെടുത്തുകൊണ്ട് അനുവാദം എന്ന കണക്കെ അവൾ അവനെ നോക്കി. ആയിക്കോട്ടെ. അവൻ 4 മുട്ട കൂടി പുഴുങ്ങാൻ വെച്ചു. മുട്ടക്കറിയാ? ഒരു മസാല ഉണ്ടാക്കും. അതിൽ മുട്ടയിട്ടാൽ മുട്ടക്കറി, ഉരുളക്കിഴങ്ങിട്ടാൽ ഉരുളക്കിഴങ്ങ് കറി, ചിക്കൻ ഇട്ടാൽ ചിക്കൻ കറി, ഇനി ഒന്നും ഇട്ടില്ലേൽ ഉള്ളിക്കറി. അവൾ ചിരിച്ചു. ആ ചിരി ആദ്യമായി കാണുന്നതിനാൽ കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു. ആ കവളുകൾ എന്ത് രസമാണ്. അതിൽ ഇന്നലത്തെ സംഭവങ്ങളുടെ ബാക്കിയെന്നോണം അടിയുടെ ചുവന്ന പാടുണ്ട്. പാവം, സൂക്ഷിച്ചു നോക്കിയാൽ കൂട്ടും പിരികാണെന്ന് മനസ്സിലാവും. റോസ് നിറത്തിലുണ്ട് ചുണ്ട്, ചെറുതായിട്ട് ചുരുണ്ട നീണ്ട മുടി. ഷോള് മൊത്തത്തിൽ മറിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വലിപ്പമൊക്കെ മനസ്സിലാവാം. ഒരു മൊഞ്ചത്തി കിട്ടി. ചിരിക്ക് എന്തൊരു ഭംഗിയെന്നറിയോ. ഇവളെ ഞാൻ ഇതുവരെയും കണ്ടില്ലല്ലോ എൻ്റെ അയ്യപ്പ. കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങ് മറിച്ചേനെ, സ്വയം പറഞ്ഞു. ചേട്ടൻ എങ്ങനെയാണ് പാചകം പഠിച്ചത്? വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ അവളെ തിരക്കി. 3-4 കൊല്ലം ഗൾഫിലായിരുന്നേ. അന്ന തിരിഞ്ഞവനെ നോക്കി. എന്താ നിർത്തി പോകുന്നത് എന്നൊരു ധ്വനി ആ നോട്ടത്തിലുണ്ടെന്ന് തോന്നി. വയനാട്ടിലായിരുന്നു എൻ്റെ വീട്. ലീവിന് നാട്ടിൽ വരാനിരിക്കെ ഒരു ഉരുൾപൊട്ടൽ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ പോയി. അവനൊന്ന് നിർത്തി. അന്ന ശ്വാസം എടുക്കാൻ മറന്നുപോയി. പിന്നെ ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നതെന്ന് തോന്നി. എല്ലാവരും പോയില്ലേ. അന്നുണ്ടായിരുന്ന പൈസയും പിന്നെ സർക്കാരിൽ നിന്ന് കിട്ടിയതൊക്കെ ചേർത്താ ഈ വീട് വാങ്ങിയത്. എന്തു പറയണമെന്നറിയാതെ നിന്നവൾ. എൻ്റെ ഉമ്മ കുഞ്ഞിലേ മരിച്ചു പോയതാ. ഉപ്പ വേറെ കല്യാണം കഴിച്ചു. എന്നെ നോക്കിയതൊക്കെ ഉപ്പാടെ അനിയനും ഭാര്യയോ. അവർക്കൊരു മോളുണ്ട്, അൻസിയ. നദീമൊക്കെ എൻ്റെ അപ്പച്ചിയുടെ മോനാ. ഇനി എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവൾ കൈവെള്ളയും നോക്കി. കടും ചുവപ്പ് നിറത്തിലെ മൈലാഞ്ചി. കൈലാസം കണ്ടിരുന്നു വേദനയോടുള്ള ആ നോട്ടം. മറ്റൊന്ന് നടക്കേണ്ട വിവാഹം മുടങ്ങിപ്പോയ നോവാണ് അവൾക്ക്. കൊച്ചാപ്പയും കുഞ്ഞമ്മയും ആദ്യമൊക്കെ സ്നേഹമായിരുന്നു എന്നോട്. പിന്നെ അവരും മാറി. ഞാൻ അവരുടെ വീട്ടിലെ ജോലിക്കാരിയെ പോലെ.
ജനിപ്പിച്ച ഉപ്പയ്ക്ക് വേണ്ട, പിന്നാണോ ബാക്കിയുള്ളവർക്ക്? ആൾ നെടുവീർപ്പിട്ടു. തിളച്ച വെള്ളത്തിലേക്ക് മാവ് തട്ടിയിട്ട് കൈകൊണ്ട് കുഴയ്ക്കുന്നവളെ അവൻ നോക്കി നിന്നു. ആ വെള്ളത്തിൻ്റെ ചൂടവൾ കേൾക്കുന്നില്ലേ എന്നവന് സംശയമായി. ഹന്ന, കൈ പൊള്ളില്ലേ? അരിപ്പത്തിരിക്ക് തിളച്ച വെള്ളത്തിൽ മാവിട്ട് കുഴയ്ക്കണം. എനിക്കത് ശീലമായി. ഇരുവരുടെ നെഞ്ചിൽ ഭാരമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ തലേദിവസം വീണ്ടും ഓർത്തു. അന്ന, ഇന്നലെ എന്താ ശരിക്കും സംഭവിച്ചത്? ഇയാടെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്നലെ മൈലാഞ്ചി ഇടാനും ഫേഷ്യൽ ചെയ്യാനും പാർലറിൽ പോകണമായിരുന്നു. അൻസിയ പറഞ്ഞ് ആ ചേച്ചി പാർലറിൽ പാർലറിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു കടമുറി വാടകയ്ക്ക് എടുത്ത് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന്. അൻസിയായിരുന്നു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. എന്നെ അവിടെയാക്കി അൻസി പോയി. ആദ്യം മൈലാഞ്ചി ഇട്ട് തന്നു, പിന്നെ ഫേഷ്യലിട്ട് കണ്ണടച്ച് 1.5 മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞു. ആ ഇരിപ്പിൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉണരുമ്പോൾ ആകെ ബഹള. ചേട്ടൻ അതിനകത്ത് കിടക്കുന്നതോ ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആ ചേച്ചിയെ ഞാൻ പിന്നെ കണ്ടില്ല. കൈലാസം ആലോചിക്കുകയായിരുന്നു. ഇന്നലെ കടയുടെ അടുത്തായിരുന്നു തൻ്റെ ജോലി. ഉച്ചവരെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയൂണം കഴിഞ്ഞ് സൈറ്റിൽ കിടന്നിറങ്ങി താൻ ഉണരുന്നത് ഈ പറഞ്ഞ കടയിൽ. ശത്രു അവൾക്ക് മാത്രമല്ല, തനിക്കുണ്ട്. അവൻ നെറ്റി തടവി. തന്നെ എടുത്തുകൊണ്ട് അവിടെ കിടത്തണമെങ്കിൽ കരുത്തുള്ള ആണുങ്ങൾ തന്നെ വേണം. അതും ഉണർത്താതെ എടുക്കണമെങ്കിൽ ഉള്ളിൽ വല്ല മരുന്നും ചെന്നിരിക്കണം. നല്ല പണിക്കൊപ്പം വന്നവരുടെ മുഖങ്ങൾ അവനൊന്ന് ഓർത്തെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് താൻ എന്താ കഴിച്ചേ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറ്. ഹന്ന ഉണ്ടാക്കിയതാ? അവൾ തലകുലുക്കി. കള്ളൻ. കപ്പലിൽ തന്നെ. അവൻ പുറപുറത്തു. എന്താ പറഞ്ഞേ? തന്നെ ഉറ്റുനോക്കിയുള്ള ചോദ്യം കേട്ടതും അവൻ ഒന്നുമില്ലെന്ന പോലെ തലയാട്ടി. ഈ അൻസി എങ്ങനെയാ ഹന്നയോട്? സ്നേഹ? ശരിക്കും? ഒന്നുകൂടി ഒന്ന് ചോദിച്ചപ്പോൾ ഹന്ന തലകുനിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരു കരടുള്ളിൽ വീണിരിക്കുന്നു. അവളെ സ്വന്തം അനിയത്തെ പോലെയാണ് കരുതിയത്. തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്നേ. നെഞ്ചൊന്ന് കലങ്ങി. ഇന്നലെ അവിടെ നിന്ന് പിടിക്കപ്പെടുമ്പോൾ ഹന്ന അവൻ്റെ അടുത്ത് കിടക്കുന്ന നിലയിലായിരുന്നു. ഫേഷ്യൽ ചെയ്തൊന്നും മുഖത്തില്ല. ആ ചേച്ചിയോ അൻസിയോ ആരുമില്ല. ഉറക്കം തൂങ്ങി നിന്നത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെട്ടു. ആരോ എന്തോ ചോദിച്ചതിന് അൻസിയ കൊണ്ടുവന്നതിന് മാത്രം മറുപടി കൊടുത്തു. അവളെ കൂടി ഇതിൽ വടിച്ചിരുന്നോടി എന്ന് ചോദിച്ച് കൊച്ചാപ്പ കൈ വീശി ഒന്ന് തല്ലി. ഹന്ന ഇടത് കവളി കൈ വെച്ചു. ഇപ്പോഴും വിങ്ങി നോവുന്നുണ്ട്. മനസ്സിൻ്റെ വേദനയിൽ ശരീരത്തിൻ്റെ വേദനകൾ അറിയുന്ന പോലുമില്ല. കൈലാസിന് മനസ്സിലായി അവളുടെ ചിന്തകൾ എന്താണെന്നുള്ളത്. ഇന്നലെ നടന്ന സംഭവങ്ങളുമായി അവൾക്ക് ബന്ധമില്ലെന്ന് തോന്നുന്നുണ്ടോ? മറുപടി കൊടുക്കുന്നതിന് പകരം കണ്ണു നിറച്ചൊരു നോട്ടമായിരുന്നു. പാവം. അവൻ്റെ മനസ്സ് വേദനിച്ചു. നദീമിനെ മാത്രം സത്യം ബോധിപ്പിച്ചാൽ മതിയല്ലോ. അവൻ വന്ന് വിളിക്കുകയാണെങ്കിൽ തിരിച്ചു പോവുമോ? പ്രതീക്ഷ നിറഞ്ഞ ആ മുഖം കണ്ടപ്പോൾ കൈലാസിൻ്റെ ഉള്ളിലൊരു വല്ലായ്മ തോന്നി. അവൾ പോവില്ലെന്ന് പറയുന്ന താൻ ആഗ്രഹിച്ചു. ആർക്ക് വേണേലും സംശയിക്കാവുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞു പോയത്. അതിനാൽ നദീമിനെ കുറ്റപ്പെടുത്താൻ ഹന്നയ്ക്ക് തോന്നിയില്ല. എന്നാൽ അവനും താനും മാത്രമുള്ളതല്ലൊരു ജീവിതമെന്നും കൊച്ചാപ്പയുടെ വാക്കിനപ്പുറത്തേക്ക് നദീമും അപ്പച്ചിയും പോവില്ല എന്നും ഉറപ്പായിരുന്നു. അവിടേക്ക് തിരിച്ചു പോകണമെന്ന് എനിക്കില്ല. ഞാൻ ചതിച്ചില്ല എന്ന് ഇക്കറിഞ്ഞാൽ മതി. എന്നേ ഉള്ളൂ എനിക്ക്. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഹോസ്റ്റലിലോട്ട് വല്ലതും പോകാമായിരുന്നു. അതിനെന്താ ഇപ്പോൾ ഹോസ്റ്റൽ? കൈലാസിൻ്റെ മുഖം ചുളിഞ്ഞു. ഞാൻ ചേട്ടനൊരു ബാധ്യതയാവില്ലേ? അതെ അതെ, ഞാൻ നിന്നെ ചുമന്നുകൊണ്ട് നടക്കുവാണല്ലോ. ഈ ഡ്രസ്സ് ഇന്നലെ മുതൽ ഇട്ടിരിക്കുന്നതല്ലേ. തൽക്കാലം എൻ്റെ എന്തെങ്കിലും എടുത്തു തരാം. കുളിച്ച് വേഷം മാറി നിൽക്ക്. ഡ്രസ്സ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. അവൻ വിഷയം മാറ്റി. പ്ലേറ്റ് കഴുകി വെച്ച് ഹാളിലേക്ക് വരുമ്പോൾ കൈലാസ് തൻ്റെ ഒരു ഷർട്ടും ഒരു പൂമുടയും അവൾക്ക് എടുത്തു കൊടുത്തു. അതിൻ്റെ വലിപ്പം കണ്ട് അവൾ അന്തിച്ചു നിന്നു. കുറച്ചിടത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യും. അവൻ കുളിക്കാനായി തോർത്തും ലുങ്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ചിറങ്ങി. എപ്പോഴത്തെയും പോലെ ലുങ്കിയും ചുറ്റി തലയും തുടച്ച് വരുമ്പോഴാണ് ഹാളിലെ ദിവാങ്കോട്ടിൽ മിഴിച്ചു നോക്കിയിരിക്കുന്ന പെണ്ണിനെ കാണുന്നേ. അവൻ കണ്ടെന്ന് ബോധ്യമായപ്പോൾ അവൾ ചമ്മലോടെ മുഖം താഴ്ത്തി കളഞ്ഞു. ഷർട്ട്ലെസ് ആണെന്ന് ബോധം. എന്താ പറയുക, അവൻ്റെ ആ ഒരു പോക്കും അതൊക്കെ കണ്ടിട്ടാ. നല്ല ശരീരമാണ്, പണിയെടുക്കുന്നതല്ലേ, അപ്പോൾ അതിനകത്തുണ്ട് നല്ല രസമാണ്. എന്താ പറയുക, അവൾക്ക് ആക്കൊരു കിരുകിരിപ്പ്. അതവളുടെ മുഖത്തെ ചുവപ്പിച്ചു. അവൻ ഒന്നുകൂടി ഇങ്ങനെ ഓർത്തെടുത്തു. എന്ത് പ്രായം കാണും ആൾക്ക്? 30ഓ അതിലധികമോ? നദീമിക്ക് 25 കഴിഞ്ഞതേ ഉള്ളൂ. അവനെക്കുറിച്ചോ അവൻ്റെനെ കുറിച്ചോ അവൾക്ക് ഇതുവരെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല.
പരസ്പരം സംസാരിക്കാത്തത് പോലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. ഇത്രയും നാൾ കൊച്ചാപ്പയുടെ വീട്ടിൽ താമസിച്ചു, ഇനി അപ്പച്ചിയുടെ വീട്ടിൽ താമസിക്കും. കൂട്ടിന് നദീമിക്കയും കാണും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതും 2 മാസത്തെ ലീവിന് ശേഷം തിരിച്ച് ഗൾഫിൽ പോവുകയും ചെയ്യും. റഹന പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേറൊന്നും സംസാരിക്കേണ്ടേന്ന്. എന്തിന്? കല്യാണം കഴിഞ്ഞ് എന്തായാലും അതൊക്കെ സംഭവിക്കും. കുറച്ചാൾ കഴിഞ്ഞ് പ്രസവിക്കും, കുട്ടികളെ വളർത്തും. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളല്ലേ? അതായിരുന്നു മറുപടി. എന്നാലിപ്പോൾ എന്തൊക്കെയോ. ഹന്ന പെട്ടെന്ന് കൈലാസിൻ്റെ വിളി കേട്ടപ്പോൾ ഞെട്ടി ഉണർന്ന പോലെ അവനെ നോക്കി. അവനെപ്പറ്റിയുള്ള ചിന്തകളായിരുന്നല്ലോ മുഴുവനും. അതുകൊണ്ട് പതർച്ചയോടെ മുഖത്ത് നോക്കിയത്. ഞാൻ ഇറങ്ങുക, ഗേറ്റകത്ത് നടച്ചു പൂട്ടിയാൽ മതി. കുളിക്കാൻ പോകുമ്പോൾ പേടിക്കൊന്നും വേണ്ട. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളും വേണ്ട. തല കുലുക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റു. ഒപ്പം അവനെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്തു. മെറൂൺ കളർ ഷർട്ടും അതിൻ്റെ കരയുള്ള മുണ്ടും. മീശയുടെ തുമ്പ് താഴോട്ട് ചീക്കി വെച്ചിട്ടുണ്ട്. കുറ്റിത്താടി അതും കൂടെ ആയപ്പോൾ ഒരാനച്ചന്തം. മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവളെ അവൻ കടക്കണിലൂടെ കണ്ടു. ഇന്നലെ പേടിച്ച് വരച്ച് നിന്നവളാ ഇന്ന് പേടിയൊക്കെ മാറിയോ? ഇന്നലെ തൻ്റെ കൺമുന്നിൽ വെച്ച് അവൾ അടിക്കുന്നതും പിന്നെ ആരോപണങ്ങളൊക്കെ കൂടിയായപ്പോൾ തലയങ്ങ് പെരുത്തു. ഇടഞ്ഞ് മുന്നിൽ നിന്ന് 2 എണ്ണത്തെ തല്ലുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അവളുടെ കൊച്ചാപ്പയ്ക്ക് ഒന്ന് കിട്ടി. അതോടെ തിരിച്ച് കൈവെക്കാൻ വന്നവരെ കൂട്ടത്തിലുള്ള കുറച്ച് ചേട്ടന്മാർ തടഞ്ഞു. അവസാനം മതത്തിൻ്റെ പേരുള്ള അടിയായത് അവസാനിച്ചു. ഇന്നലത്തെ തന്നെ കണ്ടപ്പോൾ ഒരു ഭീകരനാണെന്ന് കരുതി കാണും. ഇവിടെ അരിയൊന്നും കണ്ടില്ല. ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അന്ന് മെല്ലെ ചോദിച്ചു. ഉച്ചക്കത്തേക്ക് ഊണ് വാങ്ങി വരാം, പിന്നെ കുറച്ച് ഗ്രോസറിയും. അന്ന എന്തൊക്കെ ഡ്രസ്സാണ് ഇടാറുള്ളത്? ചുരിദാറൊക്കെയാ? അവൾ അടിമുടി നോക്കിയിട്ട് അവൻ ചോദിച്ചു. അവൾ തല കുലുക്കി. വീട്ടിലും ചുരിദാറോ? അല്ല, വീട്ടിൽ നൈറ്റ് ഡ്രസ്സ് എന്തെങ്കിലും. ലാർജ് സൈസ് വാങ്ങിയാൽ മതി. 2 ഷാളും കൂടി വാങ്ങണേ ഏട്ടാ. ഓക്കെ. അല്ല ബാക്കിയൊക്കെ? അടിവസ്ത്രങ്ങളും വേണമല്ലോ. അന്നയ്ക്ക് അവൻ്റെ മുഖത്ത് നോക്കാനായില്ല. പറയാൻ മടിയാണെങ്കിൽ ഇതിൽ ടൈപ്പ് ചെയ്ത് തന്നാൽ മതി. അവൻ ഫോണിൽ നോട്ട് പാഡ് തുറന്ന് കാണിച്ചു കൊടുത്തു. അന്ന വിറയ്ക്കുന്ന കൈയോടെ ആ ഫോൺ വാങ്ങി. നിസ്സഹായ അവസ്ഥയിലുപരി ലക്ഷ്മിയായിരുന്നു മുന്നിട്ട് നിന്നത്. വേഗത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഫോൺ നീട്ടി. അവനതിൽ നോക്കുക പോലും ചെയ്യാതെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. അവൾക്കത് ആശ്വാസമായി. ചേട്ടാ. ഇറങ്ങാൻ തുടങ്ങിയവനെ അവൾ വീണ്ടും വിളിച്ചു. ചെരുപ്പിട്ടുകൊണ്ട് അവൾ മുഖം ഉയർത്തി. ഇതുകൂടി കൈവച്ചോ? പണയം വയ്ക്കുകയോ വിൽക്കുകയോ എന്താച്ചാ ചെയ്തോ? ഇടത് കൈയിലെ മോതിരം ഊരി നീട്ടിപ്പിടിച്ച് നിൽക്കുക ആള്. കൈലാസ് അവളെ തന്നെ ഒന്ന് നോക്കി നിന്നു. ചേട്ടനത് വാങ്ങണം. നമ്മൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ചേട്ടൻ കാശ് കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ശരി. ഇത്തവണ കൈലാസ് അത് വാങ്ങി. തിരിഞ്ഞു നോക്കാതെ അവൻ ബുള്ളറ്റിൽ കയറി അത് ഓടിച്ച് പുറത്തേക്കിറങ്ങി. അവൻ പോയ വഴിയെ നോക്കി നിന്നപ്പോൾ അന്നയ്ക്ക് സങ്കടം കൂടി. പേരറിയാത്ത സങ്കടം എന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ പിണങ്ങിപ്പോയതുപോലെ തോന്നിയതാണോ? പിണങ്ങൻ ചേട്ടൻ്റെ ആരാഞ്ഞൻ? ഇന്നലത്തെ വഴക്കൊതുങ്ങി ഇനിയാ വീടിൻ്റെ പടി ചവിട്ടി പോകരുതെന്ന് കൊച്ചാപ്പ പറഞ്ഞപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയതും അവൾ ഓർത്തു. അഷ്ടമുടിക്കായലിലെ മീനുകൾക്ക് ഭക്ഷിക്കാൻ ഇടം കൊടുക്കാതെ തന്നെ തടഞ്ഞു വെച്ച് കൂടെ കൂട്ടുകയായിരുന്നു ആള്. സഹജീവിയോട് മനുഷ്യത്വമുള്ള ഒരാൾക്ക് തോന്നിയ കരുണ അതുപോലും ഇത്രയും നാൾ കൂടെ കഴിഞ്ഞവർക്ക്, താൻ സ്നേഹിച്ചവർക്കോ ഇല്ല. ഗേറ്റടച്ച് ഒമ്മറവാതിലും അടച്ച് മുറിയിലെ വന്നതസ്തു. അവൻ തന്ന വസ്ത്രവും നെഞ്ചോട് അടക്കി പിടിച്ച് കുറച്ചേരം ഇരുന്നു. തൻ്റെ ചിന്തകളെ അവൾക്ക് പോലും മനസ്സിലാവുന്നില്ല. കൈലാസിൽ നിന്ന് തുടങ്ങി അവളിൽ തന്നെ അവസാനിക്കുന്നു. ഒരു ദിവസം കൊണ്ട് ഇയാൾ എന്ത് മായാജാല കാണിച്ചത്? നദീമിനോട് സംസാരിച്ച ശേഷം അടുത്തുള്ള തൊടിക്കടയ്ക്ക് മുന്നിൽ വണ്ടി ഒതുക്കുമ്പോഴും കൈലാസിൻ്റെ മുഖത്തൊരു പുച്ഛയുണ്ടായിരുന്നു. ഇക്കയെ ഞാൻ ചതിച്ചില്ലെന്ന് പറയണമെന്ന് വേദനയോട് പറഞ്ഞ ഹന്നയെ അവൻ ഓർത്തു. പാവം, മനുഷ്യന്മാരൊന്നും നീ വിചാരിക്കുന്ന പോലല്ല കുട്ടി എന്ന് അവൻ ഉള്ളി പറഞ്ഞു. കടയിൽ കയറിയപ്പോൾ തന്നെ 2 സ്റ്റാഫ് ഓടി വന്ന് എന്താ ഏതാ എന്നൊക്കെ തിരക്കി. 2 ചുരിദാറും 3 കോട്ടൺ നൈറ്റ് ഡ്രസ്സും 2 ഷാളും വാങ്ങി. ഇവള് വീട്ടിലും ഷാളിടുമോ? അതായിരുന്നു ചിന്ത. ഫോണെടുത്ത് ഓണാക്കി നോട്ട്സിൽ അവൾ ടൈപ്പ് ചെയ്തത് എടുത്ത് നോക്കി. 2ൻ്റെ അളവുണ്ട്. കൈലാസിൻ്റെ നെഞ്ചിനൊരു പിടച്ചിൽ. ഇനിയും എന്താ വേണ്ടെന്ന് കണക്ക് നോക്കി നിൽക്കുന്ന സെയിൽസ് ഗേളിനോട് 4 എണ്ണം വീതം എടുക്കാൻ പറഞ്ഞു. പർച്ചേസ് കഴിഞ്ഞ് അവൻ നേരെ പോയത് സുനിലിൻ്റെ അടുത്തേക്ക്. അയാളാണ് കോൺട്രാക്ടർ. ഇന്നലെ അത്ര സംഭവം നടക്കുമ്പോഴും ആൾ സ്ഥലത്തില്ല.
സുനിലിൻ്റെ വീടിൻ്റെ മുന്നിൽ വണ്ടി ഒതുക്കി കവറും പിന്നെ നദിയും കൊടുത്ത് ചെറിയൊരു ബാഗ് കയ്യിൽ പിടിച്ച് ഗേറ്റ് തുറക്കുമ്പോൾ മുറ്റത്ത് തന്നെ ഫോണിൽ സംസാരിച്ചിരുന്ന സുനിൽ അവനെ കണ്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന ആളോട് പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞ് കോൾ അവസാനിച്ചു. ആ കൈലാസേ, ഞാനിപ്പോൾ എത്തിയതുള്ളൂടാ. നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഞാൻ. അണ്ണ, അത് ഇന്നലെ ആരോ ചതിച്ചതാ അണ്ണ. അവൻ്റെ സ്വരം താഴ്ന്നു. ഇന്നലെ അനുഭവിച്ച നാണക്കേട് ഓർമ്മ വന്നു, അതും ചേട്ടനെ പോലെ കാണുന്ന ആളുടെ മുന്നിൽ. നീ അങ്ങനെ ചെയ്തെന്ന് എനിക്കും വിശ്വസിക്കാൻ പാടായിരുന്നു. കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. അയാൾ അവൻ്റെ തോളിൽ കൈയിട്ടു. അതുമാത്രമല്ല, എനിക്ക് കൊച്ചിനെ പരിചയമുണ്ട്. അവളെ പഠിപ്പിച്ച കൊച്ച. കൈലാസ് അയാളുടെ മുഖത്ത് നോക്കി. സുനിലണ്ണൻ്റെ ഭാര്യ ടീച്ചറാ. അത് ഇതുവരെയും ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് അത്രയും ധൈര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ കല്യാണം കടുത്തിരിക്കുന്ന സമയത്ത് തീരെ ചെയ്യില്ല. കൈലാസ് അയാളെ കൂർപ്പിച്ച് നോക്കി. പിന്നെ താൻ ചെയ്യോ എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ. അത് മനസ്സിലായെന്ന പോലെ സുനിൽ ചിരിച്ചുകൊണ്ട് തോളെ തട്ടി. പിന്നെ ആ കൊച്ചെന്തേ, വീട്ടിലാണോ? ഞാൻ 2-3 ഉടുപ്പ് വാങ്ങി അവൾക്ക്. പിന്നെ ഇന്നവളെ കെട്ടാനിരുന്ന പയ്യനെ കണ്ടു. അവൻ തന്നതായത്. അവളുടെ സർട്ടിഫിക്കറ്റൊക്കെയാണ്. കയ്യിലെ ബാഗ് ഉയർത്തി കാണിച്ചവൻ. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അവൻ്റെ കല്യാണം നടക്കും. പെണ്ണ് ഹന്നയ്ക്ക് പകരം അവളുടെ ചെറിയച്ഛൻ്റെ മോള് അൻസിയ. സുനിൽ അവനെ ചുളിഞ്ഞു നെറ്റിയോടെ നോക്കി. എനിക്ക് കുറച്ച് സംശയമുണ്ട്. അത് ഊട്ടിയുറപ്പിക്കാനെന്ന പോലെ കൈലാസം മറുപടി പറഞ്ഞു. ശേഷം ഹന്ന എങ്ങനെ ഇന്നലെ കടമുറിയിലെത്തിയെന്ന കാര്യം പറഞ്ഞു. ഒപ്പം താൻ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നും. സുനിലിൻ്റെ മുഖം ആദ്യം കടുത്തെങ്കിലും പിന്നീട് പുഞ്ചിരിച്ചു. ഇന്നത്തെ കാലത്ത് CCTV ഉണ്ടെങ്കിലും കക്കുന്നവർക്ക് പിടിച്ച് പറിക്കുന്നവർക്കും കുറവില്ല. നീ ഇന്നലെ പണിക്ക് നിന്ന വീടിൻ്റെ പിന്നിലൊരു പുരയിടയില്ലേ, അവിടെ ആരോ വേസ്റ്റ് കൊണ്ട് തട്ടുന്നെന്നും പറഞ്ഞ് ഒരു റൊട്ടേറ്റിംഗ് ക്യാമറ ഒരാഴ്ച മുന്നേ കൊണ്ടുവച്ചിരുന്നു. അതിൽ നിൻ്റെ ഫുഡിരുന്ന സ്ഥലവും കിട്ടും. നീ സംശയിക്കുന്ന പോലെ ആരെങ്കിലും നിന്നെ ബോധം കെടുത്തിയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. കൈലാസ് പല്ല് ഞെരിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. ഇത് കിട്ടിയാൽ നമുക്ക് ഹന്നയെ ചതിച്ചത് ആരെന്നും കൂടി കണ്ടുപിടിക്കും. അല്ല, ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? കൈലാസിന് മനസ്സിലായില്ല. എടാ, അവളെ ചുമ്മാ കൂടെ താമസിപ്പിക്കാനാണോ ഉദ്ദേശം? ഇപ്പോഴത്തെ കാലത്ത് ലിവിങ് ടുഗദർ പോലെ. ഞാനിത്തിരി പഴഞ്ചനാ, അതൊന്നും പറ്റില്ല, പറഞ്ഞേക്കാം. സുനിലിൻ്റെ വരുത്തി കിട്ടിയ ഗൗരവം കണ്ടപ്പോൾ കൈലാസ് ചിരിച്ചു പോയി. ഒന്ന് പോയ എണ്ണ, എന്നെ ചിരിപ്പിക്കാതെ. അതൊരു അയ്യോ പാവുക, ലിവിങ് ടുഗദർ പോലും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവളെ നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കരുത്. നീ അന്തസ്സായിട്ട് കെട്ടി കൂടെ പുറപ്പിക്കണം. അവൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ കൂടെ. അതും ഒരു അന്യമതത്തിൽ പെട്ടവൻ്റെ കൂടെ ഇറങ്ങി വന്നത് കൊണ്ട് മാത്രം അവളുടെ ജീവിതം നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ എണ്ണം ഇവിടെയുണ്ട്. അത് മറക്കരുത്. ശരിയാന്ന മട്ടിൽ കൈലാസ് തലകുലുക്കി. അതിന് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ? സ്വന്തം വീട്ടിലായിരുന്നെങ്കിൽ അവൾ എന്നെ തിരിഞ്ഞു നോക്കുമായിരുന്നോ? അപ്പം ചിരിച്ചുകൊണ്ടൊരു ചോദ്യവും. സാഹചര്യങ്ങളാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നിനക്കിഷ്ടമുണ്ടല്ലോ, തൽക്കാലം അത് മതി. നിന്നെ അങ്ങനെ ഒന്ന് തള്ളിക്കളയാൻ ഒന്നും അവൾക്ക് പറ്റിയതൊന്നുമില്ല. സുനിലനും കൊടുത്ത ആത്മവിശ്വാസം ആവോളം നിറച്ച വീട്ടിലെത്തിയത്. ഗേറ്റ് തുറക്കാൻ പുറത്തുനിന്ന് കുറച്ചധികം ഹോണടിക്കേണ്ടി വന്നു. ഹന്ന വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി വന്നു. ആ വരവിൽ കൈലാസ് സ്തബ്ധനായിപ്പോയി. തൻ്റെ ഷർട്ട് അവൾക്ക് കാലുമുട്ടടുപ്പിച്ച് എത്തി നിൽക്കുക. പാൻറ് കാലും കഴിഞ്ഞ് നിലത്തെരിയുന്നുണ്ട്. അതിൽ അവളിട്ടിരുന്ന ചുരിദാറിൻ്റെ ഷോള് കൊണ്ട് ഒക്കെ മറച്ചിട്ടുണ്ടെങ്കിലും ഓടി വരുമ്പോൾ ആ കെട്ടുറപ്പില്ലാത്തത് കാരണം നല്ല രീതിക്കത് തുള്ളിത്തുളുമ്പുന്നത് കാണാം. അവൻ നോട്ടം മാറ്റി. എന്തിനങ്ങനെ ഓടി വരുന്നേ? വെപ്രാളത്തിൽ ഗേറ്റിൻ്റെ ലോക്ക് അഴിക്കുന്നവളെ നോക്കി ചോദിച്ചു പോയി. സോറി ഏട്ടാ, ഞാൻ കുളിച്ചിറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതാ വരാൻ താമസിച്ചത്. ഒരുപാട് ഹോണടിച്ചല്ലേ? ആ നിമിഷം അവളുടെ ഈറിനുള്ള മുടിയിലേക്ക് കണ്ണൊന്നു പോയി. ഞാൻ കയറുന്നില്ല. ദാ ഈ കവറും ബാഗ് അകത്ത് കൊണ്ട് വെക്ക്. ഉച്ചക്കത്തുള്ള ഫുഡും സാധനവും വാങ്ങി വരാം. അവൻ കൊടുത്ത കവറും ബാഗും അവൾ വാങ്ങി കൈ പിടിച്ചു. ബാഗിൽ എന്താണെന്ന മട്ടിൽ സംശയത്തോടെ നോക്കുന്നുണ്ട്. അതിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സാ. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. നദീം തന്നതാ, ഞാൻ കണ്ടിരുന്നു. അത്രയും പറഞ്ഞ് അവൻ വണ്ടി തിരിച്ചു. നദീം? അതൊരു ചോദ്യമായി അവളുടെ ഉള്ളിൽ നിന്നു. ഉച്ചയ്ക്ക് അവൻ 2 ബിരിയാണിയും വാങ്ങിയൊരു ഓട്ടോയിൽ പലചരക്കും വാങ്ങിയിറങ്ങി. ഒരു വീട്ടുകാരിയെപ്പോലെ അവനൊപ്പം അവളെ തക്കെടുത്ത് വെക്കാൻ സഹായിച്ചു. പൊതി തുറന്നപ്പോൾ ആൾക്ക് മടുപ്പ് തോന്നി. ചിക്കൻ ബിരിയാണി. അവളുടെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പോത്ത് ബിരിയാണി വെക്കും. ചിക്കൻ വാങ്ങിയാൽ കറിയായും ബിരിയാണിയായും വേറെ. ആടിനെ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. 2-3 എണ്ണത്തെ വളർത്തിയതിന് ശേഷം ആട്ടിറച്ചി അവൾ തൊട്ടിട്ടില്ല.
പീസ് മാറ്റി വെച്ച് റൈസ് മാത്രം കഴിക്കുന്നവളെ കാണേ അവൻ നെറ്റിച്ചൊളിച്ചു. എനിക്ക് മടുപ്പാ ചിക്കനൊക്കെ. കൈലാസ് അന്തം വിട്ടുപോയി. അടിമപ്പണിയാണെങ്കിലും അവിടെ ഫുഡിനൊരു കുറവുമില്ലായിരുന്നു. വലിയ പുള്ളി എന്ന പോലെ അവനൊരു എക്സ്പ്രഷൻ ഇട്ടു. അത് കണ്ടവൾ ചിരിയമർത്തി. നദീമിക്ക എന്ത് പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ നാളെ പറയും എല്ലാവരുടെയും മുന്നിൽ. ഹന്നയ്ക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ ആ പീസ് ഞാൻ എടുത്തോട്ടെ. പിന്നെന്താ? അവൻ ചിക്കൻ പീസ് അവൻ്റെ പ്ലേറ്റിൽ വെച്ചു. നിനക്കെന്താ ഇഷ്ടം കഴിക്കാനൊക്കെ? എനിക്കോ? എനിക്ക് സദ്യ. ഐശ്വരി കൈലാസിന് കളിയാക്കുന്ന ഭാവം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ ഹിന്ദുസിൻ്റെ കല്യാണത്തിന് സദ്യ കഴിച്ചിട്ടുള്ളൂ. ആ ചൂട് ചോറിൽ പരിപ്പും ഇച്ചിരി നെയ്യ് ഇട്ടിച്ച് പപ്പടവും കുറച്ച് കഴിക്കുന്നത് തൊട്ട് അവസാനം ബോളി പായസം കൂടി കഴിച്ച ഓ അമ്പ. അവളുടെ മുഖത്ത് നവരസങ്ങൾ. കൈലാസിന് അവളെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. അതിലേറെ അവൾ തന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നത് കുറച്ചൊന്നുമല്ല അവനെ സന്തോഷിപ്പിച്ചത്. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? അവൻ അവളുടെ ഉടുപ്പിലൂടെ കണ്ണോടിച്ചു. ദേഹത്തൊരു ഷോള് കൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലതാ. അടിവസ്ത്രങ്ങളുടെ കാര്യം ഓർമ്മ വന്നപ്പോൾ അവൾക്ക് നാണായി. വാങ്ങിയതൊക്കെ നല്ലതാ. അവൾ പെട്ടെന്ന് നിശബ്ദയായതിൻ്റെ കാരണം അവന് മനസ്സിലായി. അന്ന് രാത്രിയും ആ മുറി അവൾക്കായി അവൻ വിട്ടുകൊടുത്തു. പിറ്റേന്ന് കൈലാസ് ഉണരുമ്പോൾ അന്ന അടുക്കളയിലുണ്ട്. ചേട്ടനൊന്ന് ജോലിക്ക് വേണ്ടേ? അവൾ അരി കഴുകിയായിരുന്നു. ഇന്നൂടെ ഇല്ല, ഞാനന്ന് പുറത്തേക്ക് പോവും. ഉച്ചയ്ക്ക് ചിലപ്പോൾ വരില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം വന്നിട്ട് പറയാം. അന്ന തല കുലുക്കി. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പോയ അവൻ പിന്നെ തിരിച്ചു വന്നത് സന്ധ്യ കഴിഞ്ഞിട്ടാണ്. കിണറ്റിൻ്റെ കരയിൽ നിന്ന് കുളിച്ച് അയാൾക്കിടുന്നൊരു ലുങ്കിയും ചുറ്റി അതിന് തലപ്പ് കൊണ്ട് തന്നെ തലയും തുടച്ച് അവൻ കയറി. അന്ന അവനെ സംശയ ദൃഷ്ടിയോടെ നോക്കുകയായിരുന്നു. ഇന്ന് എവിടെ പോയതാ? കുറച്ചേരെ കാണാൻ പോയതാ, പറയാം. അവൻ മുറിയിൽ കയറി. അന്നയ്ക്ക് സംശയം കാണുമെന്ന് അവൻ ഊഹിച്ചിരുന്നു. അവൻ്റെ ചുമലിൽ ചുവന്നു തിണർത്ത് കിടക്കുന്ന പാടുകൾ കണ്ടപ്പോൾ അവൾ പിന്നാലെ ചെന്നു. ദേഹത്തെന്താ പാട്? അടിയുണ്ടാക്കാൻ പോയത് എവിടെയെങ്കിലും? അവൾക്ക് വീണ്ടും ഭയമായി. അന്നേരത്തിനെ കുത്തിനി പിടിച്ച് ചുമറി ചേർത്തത് നേരിട്ട് കണ്ടതാണല്ലോ. എവിടെയെങ്കിലുമല്ല, നിന്റെ മുറച്ചിറക്കൻ്റെ അടുത്ത് തന്നെയാണ്. അവൻ്റെ മുഖത്തെ കടുപ്പം കണ്ടപ്പോൾ അവനെ നന്നേ ഭയന്നു. അയ്യോ, ആൾ വായ പൊത്തി. അന്ന് നമ്മളെ ചതിച്ചത് അവനാ. അവനും ആ അൻസയും ചേർന്ന്. കിടക്കയിലിരുന്നവൻ കിതച്ചു. ഇതുങ്ങൾ രണ്ടും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നോ അബദ്ധം പറ്റിയെന്നൊക്കെ പറയുന്നു. നീയായി കല്യാണം ഉറപ്പിച്ചതിന് ശേഷം സംഭവിച്ചതാ. ഒഴിവാക്കാതെ രണ്ടും കൂടി അറക്കഗുളിയും കൊണ്ട് ഇറങ്ങിയത്. എന്നെ ചതിച്ചത് എൻ്റെ കൂടെ പണിക്ക് വരുന്ന 4 എണ്ണ. ഓരോ കുപ്പി കള്ളും പൈസയും കിട്ടിയപ്പോൾ അവന്മാരെന്നെ മറന്നു. അന്ന മരവിച്ച പോലെ നിൽക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞാൽ അവരുടെ സൽപ്പേര് പോവുമല്ലോ. അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ നിന്നെ അവരും. പൈസ കൊടുത്തപ്പോൾ എന്നെ എൻ്റെ കൂടെ പണിക്ക് വന്നവന്മാരും കൂടെ അങ്ങ് ചതിച്ചു. അന്ന പൊട്ടിക്കരഞ്ഞുപോയി. അവർക്ക് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പറയായിരുന്നു തന്നോട്. ഒഴിഞ്ഞു മാറിയേനെ. അൻസയെ സംശയമുണ്ടായിരുന്നു. നദീമിനെ കുറിച്ച് ഓർത്തപ്പോൾ ആൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കിയായിരുന്നു. സാരല്ല. അവളുടെ സങ്കടം കണ്ടപ്പോൾ കൈലാസ് തൻ്റെ വിഷമം മറന്ന് അവളെ സമാധാനിപ്പിക്കാൻ എഴുന്നേറ്റ് വന്നു. ആ ചതിനെ നീ നാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ? നീ ഭാര്യയായിരിക്കെ രണ്ടും കൂടി വീണ്ടും ബന്ധം തുടർന്നാലോ? നന്നായെന്ന് കരുത്. അന്ന കണ്ണും മുഖവും തടച്ചു. അതും ശരിയാ. എങ്കിലും നാട്ടുകാർക്ക് മുന്നിൽ തെറ്റുകാരിയായി നിന്നില്ലേ ഞാൻ? നീ എന്നെക്കുറിച്ച് എന്താ കരുതിയേ? അത് നമ്മൾ നിന്ന സ്ഥാനത്ത് രണ്ടിനെയും നിർത്തിയിട്ടുണ്ട് ഞാൻ. ലൈബ്രറിയുടെ മുന്നിലിട്ടാ തല്ലിയത്. ലൈബ്രറിയുടെ മുന്നിലൊരു ആൽമരമുണ്ട്. കലുങ്കും ചായക്കടകളും ഒട്ടുമിക്ക ആണുങ്ങളും അവിടെ കാണും. നാളെ അവൻ ഒടിഞ്ഞ കൈകൊണ്ട് താലി കെട്ടിയാൽ മതി. കൈലാസ് കൂട്ടിച്ചേർത്തു. അവർ കേസ് കൊടുത്താൽ നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? കൈലാസ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഹന്നയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. കണ്ണു തുടച്ചുകൊണ്ട് അവൾ തല കുലുക്കി. ഞാൻ അദീപിനെതിരെ കേസ് കൊടുക്കും. വഞ്ചനാ കുറ്റത്തിന്. ഹൻസയ്ക്കും കിട്ടും. FB ലൈവ് ചെയ്യും. ബാക്കി നാട്ടുകാരെ ഏറ്റെടുത്തോളും. പിന്നെ അവൻ ഗൾഫിൽ പോവേണ്ടവനല്ലേ? ഇവിടെ കേസായാൽ ശരിയാവില്ല. കൈലാസിന് സന്തോഷമായി. ദാറ്റ്സ് മൈ ഗേൾ. അവൻ അവളുടെ താടിയിലൊന്ന് പിടിച്ച് കുലുക്കി. ഹന്നയുടെ കണ്ണുകൾ അവൻ്റെ തോളിലൂടിതായി. വേദനയില്ലേ? അവൻ്റെ തോളിൽ ചുവപ്പിൽ അവൾ വിരലമർത്തി. ഔ! അവ ഒച്ചയുണ്ടാക്കി. ഹന്ന കൈ വലിച്ചെടുത്തു. സോറി. മരുന്നെന്തെങ്കിലും ഉണ്ടോ? എണ്ണയുണ്ട്. എന്നാ അതിട്ടിട്ട് ചൂട് പിടിക്കാം. കൈലാസ് തിരിഞ്ഞ് അലമാരയിൽ നിന്ന് എണ്ണയെടുത്തു. അവനെ തന്നെ നോക്കി നിന്ന് ഹന്ന അങ്ങനെ നിന്നു. ലിങ്കി മാത്രമായിരുന്നു ഈ വേഷം. ചുമലിലും മുതുകിലും പാടുകളുണ്ട്. അടി അങ്ങോട്ട് മാത്രം കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ, ഇങ്ങോട്ടും കിട്ടും.
ഒരർത്ഥത്തിൽ അവനെ അടികിട്ടാനുള്ള കാരണം താനല്ലേ. താനെന്നൊരാളില്ലായിരുന്നുവെങ്കിൽ അൻസയും നദീമും ഇങ്ങനൊന്നും ചെയ്യായിരുന്നില്ല. അവളുടെ കണ്ണുകൾ കലങ്ങി. എണ്ണയും കൊണ്ട് തിരിഞ്ഞ കൈലാസ് അത് കാണുകയും ചെയ്തു. നിനക്ക് ഈ കാഴ്ച മാത്രമേ ഉള്ളൂ, ബോറടിക്കുന്നില്ലേ? അവൾ കണ്ണു തുടച്ച് ചിരിച്ചു. പാപ്പി ചെന്നിടം പാപാടെന്ന് പറയുന്ന പോലെ എൻ്റെ കാര്യം. കൈലാസ് അവിടെ നോക്കി കണ്ണുരുട്ടി. ഓവർ തിങ്ക് ചെയ്യുന്ന എന്തിനാ? ചുറ്റുള്ള വിഷയങ്ങളെ തിരിച്ചറിയാൻ ഓരോ അവസരങ്ങൾ വരുന്നു, അത്രേ ഉള്ളൂ. ചേട്ടൻ പാവം, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? ആൾ വീണ്ടും സെൻറ്റി ട്രാക്കിലാണെന്ന് കണ്ടത് കൈലാസ് മീശ പിരിച്ചു. ഞാൻ പാവാണെന്ന് ആരും അറിഞ്ഞു? ആ നോട്ടവും മുഖത്തെ കുസൃതിയും കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. പാവം തന്നെയാ. പാവമല്ലെന്ന് തെളിയിക്കാൻ നീ ഒരവസരം തന്നാൽ മതി. അയ്യേ, പൊക്ക അവിടുന്ന്. കണ്ണുരുട്ടി ചിരിച്ചു കണ്ട് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു നേരത്തിന് ശേഷം എണ്ണയുമായി കൈലാസ് ഹാളിലിറങ്ങി. കസാരയിലിരുന്ന് നെഞ്ചിലും കയ്യിലും എണ്ണ തേച്ചു. എണ്ണ തേച്ചോ? അടുക്കളയിൽ നിന്നിറങ്ങി വന്ന ഹന്ന അവനോട് തിരക്കി. കയ്യിലും നെഞ്ചിലും തേച്ചു. പറയുന്നതിനൊപ്പം അവൻ വയലകൈ ഒഴിയുന്നുണ്ട്. അപ്പോൾ പിറകിലോ? കൈയെത്തുന്നില്ല. ഹന 2-3 നിമിഷങ്ങൾ നിന്നെടുത്ത് തന്നെ നിന്നു. പിന്നെ അവൻ്റെ അരികിലേക്ക് നടന്നു വന്ന് എണ്ണക്കുപ്പി എടുത്തു. ഞാനിട്ട് തരാം. കണ്ണുമേച്ച് നോക്കുന്നവനോട് കുറച്ച് ബന്ധപ്പെട്ട് പറഞ്ഞു. വീണ്ടും അവൻ ആ നോട്ടം തന്നെയാ. ചേട്ടന് ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ട്? തേച്ചോ? അവൻ നിവർന്നിരുന്നു. എന്നെ അങ്ങനെ പെണ്ണുങ്ങളൊന്നും തൊട്ടിട്ടില്ല കേട്ടോ. അവനൊരു കള്ളച്ചിരി വാസാക്കി. തൊട്ടാ ഉരുകിപ്പോവോ? എന്നാ ഞാനൊന്ന് നോക്കട്ടെ. എണ്ണ കയ്യിൽ ചരിച്ചെടുക്കുമ്പോൾ അവളിലും ചിരിയായിരുന്നു. തോളിൽ തേച്ച് മെല്ലെ തടവുമ്പോൾ ഹന്നയ്ക്ക് വിരലുകൾ തുടിക്കുന്ന പോലെ തോന്നി. അവളും ഒരു പുരുഷൻ്റെ ദേഹത്തിങ്ങനെ തൊടുന്നത് ആദ്യമായിട്ടാണ്. മെനഞ്ഞാന്ന് കണ്ട പോലെയല്ല, പാവം പോലെ ഇരിക്കുന്നതാണല്ലേ. എന്തൊരു നാക്കാ. ഓ, ഞാനൊന്നും ഇനി മിണ്ടുന്നില്ല പോരെ. അവൾ എന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കി. ആ തല പിടിച്ച് അവൾ നേരെ വെച്ചു. മുന്നേ പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ +2 പഠിക്കുമ്പോൾ ഒരെണ്ണോ, പിന്നെ കോളേജിൽ പോയപ്പോൾ വേറൊരെണ്ണം. എല്ലാം പൊട്ടി പാളീസായി. അവൻ സരസഭാവത്തിലാണ്. ഓ, പ്രേമരോഗിയായിരുന്നോ? എന്നിട്ടെങ്ങനെയാണ് പാളീസായത്? ആദ്യത്തെ പെണ്ണ് സ്കൂൾ കഴിഞ്ഞപ്പോൾ ടട്ടാ ബൈ ബൈ പറഞ്ഞു. രണ്ടാമത്തെ പെണ്ണ് ഞാൻ ഉൾപ്പെടെ 4 കാമുകന്മാരുണ്ടായിരുന്നു. ഹന്ന കുലുങ്ങി ചിരിച്ചു. ഞാനാരും പ്രേമിച്ചിട്ടൊന്നുമില്ല, അവൾ കൂട്ടിച്ചേർത്തു. നിനക്കതിനുള്ള കഴിവൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവൻ പുച്ഛിച്ചു. അയ്യടാ, എനിക്ക് ഒരാളുടെ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ BCom ചെയ്യുമ്പോൾ ഞങ്ങളുടെ സീനിയറായിരുന്നു കക്ഷി. പറയാനുള്ള ധൈര്യമൊന്നുമില്ല. അങ്ങനെ പാസ്സായപ്പോൾ അത് അവിടം കൊണ്ടങ്ങ് തീർന്നു. വേറെ ആരും ഇഷ്ടമൊന്നും പറഞ്ഞു വന്നിട്ടില്ലേ? അതൊക്കെ കുറേ ഉണ്ട്. എണ്ണയിട്ട് കഴിഞ്ഞ് അവൾ കുപ്പി അടച്ചു വെച്ചു. അവനോട് സംസാരിക്കാനുള്ള താല്പര്യത്തോടെ അടുത്തുള്ള കസാരയിലിരുന്നു. ആ സമയത്ത് പാടാൻ പറ്റിയൊരു പാട്ടുണ്ടായിരുന്നു. അതങ്ങ് മറന്നുപോയി. കൈലാസിൻ്റെ മുഖത്ത് വീണ്ടും കുസൃതി. ഏത്? ഏഴിമല പൂഞ്ചോല അതാ? അതെന്താ? സ്വിച്ച് ഇട്ട പോലെ അവൻ്റെ ചിരി പോയി. നീ ആ പാട്ട് കണ്ടിട്ടില്ലേ? ഇല്ല, ഞാനങ്ങനെ TV ഒന്നും കാണാറില്ല. സൂപ്പർ. ആ പാട്ടിലെന്താ? അതിൽ മോഹൻലാലിന് സിൽക്ക് സ്മിത എണ്ണയിട്ട് കൊടുക്കുന്നുണ്ട്. സിൽക്ക് സ്മിതയോ? അവരെ അവർക്കറിയാം. അവനെ കൊല്ലുന്ന പോലൊരു നോട്ടം നോക്കിയവൻ. കൈലാസ് ഉച്ചത്തിൽ ചിരിച്ചു. വൃത്തികെട്ടവൻ. ആൾ പെറുപെറുത്തു. എന്താ? ഒന്നുമില്ലേ. ചേട്ടൻ എന്ത് പ്രായം വരും? 31. ഓ, എനിക്ക് 22ആയി. പ്രായത്തിനേക്കാൾ നല്ല വളർച്ചയുണ്ടല്ലോ ഹന്നയ്ക്ക്. ചെറിയ കുട്ടിയാണീ. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് 26 ആയേനെ. അവനൊന്ന് നിശ്വസിച്ചു. ഇവിടെ വിളക്കൊന്നും വെക്കാറില്ലേ? സാധാരണ ഹിന്ദുസിൻ്റെ വീട്ടിൽ വിളക്ക് വെക്കാറുണ്ടല്ലോ. പൂജാമുറി ഇല്ലല്ലോ. ആൾ വിഷയം മാറ്റി. ഇത്രയൊക്കെ ദുരന്തം സംഭവിച്ചിട്ടും ഞാനിതൊക്കെ ചെയ്യണോ? അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല ഹന്നയ്ക്ക്. ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവരാം. അവനെ സമാധാനിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ലെന്ന് അവൾക്കറിയാം. അല്ലെങ്കിലും എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാ? അന്ന് രാത്രി ഉറങ്ങാനായി അവൻ മുറിയിൽ കട്ടിലിൽ വിട്ടുകൊടുത്തിട്ട് അവൾ ദിവാങ്കോട്ടി കിടന്നിറങ്ങി. ഒരാഴ്ച ഏകദേശം അങ്ങനെ കടന്നുപോയി. ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. കോളിംഗ് ബെല്ല് കേട്ട് വാതിൽ തുറന്നതായിരുന്നു കൈലാസ്. പിന്നിൽ വന്നു നിന്ന ഹന്നയും ആരാണെന്നറിയാൻ എത്തി നോക്കി. അപ്പച്ചി. ആരാണെന്ന പോലെ കൈലാസ് തിരിഞ്ഞവിടെ നോക്കി. ഇതെൻ്റെ അപ്പച്ചിയാ, റസീന. ഓ, നദീമിൻ്റെ അമ്മ. കൈലാസിന് ആളെ മനസ്സിലായി. വരൂ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു. ഹന്നയ്ക്ക് നെഞ്ചിൽ പെരുമ്പാറ കൊട്ടുന്ന പോലെ തോന്നി. അപ്പച്ചി എന്തിനായിരിക്കും വന്നത്? ചേട്ടനോട് എന്തെങ്കിലും മുഷിഞ്ഞ് സംസാരിക്കുമോ?
നദീമിനെ പട്ടിയെപ്പോലെ തല്ലിയതാണല്ലോ ചേട്ടൻ. പക്ഷേ അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവരകത്തേക്ക് കയറി അവളെ കെട്ടിപ്പിടിച്ച് മാറോടടക്കി. എൻ്റെ പൊന്നു മോളെ, നീ എന്നെ ക്ഷപിക്കല്ലേ. അവരുടെ കരഞ്ഞുകൊണ്ടുള്ള മൂർത്താവിൻ്റെ ചുംബനത്തിൽ ഹന്നയും കരഞ്ഞുപോയി. ചതിക്കപ്പെട്ടവളുടെ വേദന കാഞ്ഞിരം പോലെ തൊണ്ടയിൽ കഴിച്ചു. ഞാൻ ആരെയും ശപിച്ചില്ല. അപ്പച്ചീനെ കാണാൻ വന്നല്ലോ, സന്തോഷായി. അപ്പച്ചി വാ. അവൾ ദിവാങ്കോട്ടിൽ അവരെ പിടിച്ചിരുത്തി. ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം, ചേട്ടന് വേണോ? കൈലാസിനോട് ചോദിച്ചപ്പോൾ അവൻ വേണമെന്ന് തലയാട്ടി. എന്നോട് വിരോധമാവും അല്ലേ? അവൾ അടുക്കളയിലെത്തിയപ്പോൾ കൈലാസ് അവരോട് ചോദിച്ചു. ഇല്ല, ഞാൻ നിങ്ങളുടെ ഭാഗത്താണല്ലോ. എവിടെ ഒരു മുറിയേ ഉള്ളൂ? അവർ ചുറ്റും കണ്ണോടിക്കുന്നുണ്ടായിരുന്നു. ഒന്നേ ഉള്ളൂ, അതാ. കൈലാസ് മുറി ചൂണ്ടിക്കാണിച്ചു. റസീനയുടെ ഉള്ളിലൊരു നടുക്കം. ഒരു മുറിയിൽ ഒരു ചെക്കനും പെണ്ണും എത്രയും ദിവസം കിടന്നെങ്കിൽ ഉറപ്പായും എല്ലാം കഴിഞ്ഞു കാണും. രണ്ടുപേരും തട്ടാപ്പൊട്ടുന്ന പ്രായമാണല്ലോ. ഞാൻ നിങ്ങളുടെ അടുക്കളയൊക്കെ കാണട്ടെ. അവരെഴുന്നേറ്റ് അടുക്കളയിൽ കിടന്നപ്പോൾ അവൻ പത്രം എടുത്ത് നിവർത്തി അതിലോട്ടൊന്ന് ശ്രദ്ധിച്ചു. അടുക്കളയിൽ ചായ ഇടുന്ന ഹന്നയെ കണ്ണെടുക്കാതെ നോക്കിയവർ. അവൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മറ്റേത് നടന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അവശേഷിപ്പുകളൊക്കെ ഉണ്ടോയെന്ന് സൂക്ഷ്മമായിട്ട് അപ്പച്ചി നോക്കുന്നുണ്ട്. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നിന്നോട് അവനെങ്ങനെയാ? ചേട്ടന് സ്നേഹ അതല്ല മോളെ. തൊട്ടില്ല അവൻ ഇതുവരെ. കൈക്ക് തളർച്ച അനുഭവപ്പെട്ടതുപോലെ അവൻ്റെ ഗ്ലാസ് താഴെ വെച്ചു. ആൾക്ക് വീണ്ടും ആർത്ത് കരയാൻ തോന്നി. ആർക്കും അവളെ വിശ്വാസമല്ല, അവനെയും ഇല്ല. എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. അവനെന്ത് നല്ല മനുഷ്യനാ. അവന് വേണമെങ്കിൽ അവൾ അപ്പിട്ട് ഉപേക്ഷിക്കാമായിരുന്നു. വിളിച്ചുകൊണ്ട് വന്ന് കയറിക്കിടക്കാനൊരു വീട് നൽകി, കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രങ്ങളും. അവൻ എന്താരും മനസ്സിലാക്കാത്തത്? അവൻ വരുത്തനായതുകൊണ്ടാണോ? ചുണ്ട് കടിച്ചു പിടിച്ച് അവൾ ഇല്ലെന്ന് തലയാട്ടി. ഇനി കരയാൻ വയ്യ. പക്ഷേ അവളുടെ മുഖത്തുനിന്നും ആൾക്ക് സങ്കടമായെന്ന് റസീനയ്ക്ക് മനസ്സിലായി. ചേട്ടൻ പാവുക, നല്ല പോലെ എന്നെ നോക്കുന്നത്. ചേട്ടനും ആരുമില്ല, എനിക്കും ആരുമില്ല, തുല്യ ദുഃഖിത. അല്ല മോളെ, നിനക്ക് ആരുമില്ലെന്ന് പറയല്ലേ. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കൊണ്ടുപോകാനോ? എങ്ങോട്ട്? അവൻ്റെ പരിഭ്രമിച്ചു. അപ്പച്ചിയുടെ വീട്ടിലാണെങ്കിലും കൊച്ചാപ്പയുടെ വീട്ടിലാണെങ്കിലും ഞാനില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ നിന്നെ ഒരു ഹോസ്റ്റലിലാക്കാം. അവൾ വരില്ലെന്ന് തലയാട്ടി. ഞാനെന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ആ ചേട്ടനാ. അന്ന് കായൽ ചാഴാൻ പോയതാ ഞാൻ. ചേട്ടൻ പറയട്ടെ എന്നോട് ഇവിടെ നിന്ന് പോവാൻ. അല്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല. അന്ന് ചത്തുപോയിരുന്നെങ്കിൽ ഇവരാരും വന്ന് വിളിച്ചേനെ. അടുക്കള ഭാഗത്തേക്ക് വന്നു നിന്ന കൈലാസ് ആ മറുപടി കേട്ട് തിരിഞ്ഞു നടന്നു. ഒന്നും പറയാനാവാതെ നിന്ന അപ്പച്ചിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് കൈലാസിനുള്ളതുമായി ഹാളിലേക്ക് നടന്നു. അപ്പച്ചിക്ക് ആകെ വീർപ്പുമുട്ടൽ തോന്നി. പ്രായം തികഞ്ഞ പെണ്ണിനെ ഇക്കാലത്ത് ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറക്കി വിട്ടതാ തൻ്റെ കുടുംബം. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വിളിക്കാൻ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്കൊരു തുള്ളി പോലും ആ ചായയിൽ നിന്ന് ഇറങ്ങിയില്ല. ഹന്ന കൈലാസിൻ്റെ മുന്നിൽ ചായ വെച്ചു. പിന്നെ അവനോട് അപ്പച്ചി വന്നത് എന്തിനാന്ന് പറയാനായി വിരലുകൾ പിണച്ചു നിന്നു. പത്രം മാറ്റി അവൻ അവളെ നോക്കി. അപ്പച്ചിക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം. ചേട്ടൻ എന്താ ഇഷ്ടം? ഞാൻ നിൽക്കണമെന്നോ അതോ പോകണമെന്നോ? ഇതോടുകൂടി കഥ ഇവിടെ അവസാനിക്കുക. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അടുത്ത ഭാഗത്തിനെ കാത്തിരിക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.